ഞാൻ പോയിച്ചോട്ടെ. കൊടി എടുക്കുന്നില്ല ഏട്ടാ? വേണ്ട, വെയിലല്ലേ? സാരമില്ല. എന്താ? ഞാൻ രവികുമാരനെ ഒന്ന് കാണാൻ വന്നത്. ഞാനാ രവി. എന്താ? കാവുംകാട്ടിന്ന് വരുവാ. കൗസല്യയുടെ ചേട്ടനാ. ഓ ശിവൻ, വാ കേറ്. എന്തുണ്ട് കൗസല്യയുടെ വിശേഷങ്ങൾ? സുഖമല്ലേ? അതെ. കല്യാണമൊക്കെ കഴിഞ്ഞു? ഇല്ല. പറ, വന്ന കാര്യം പറ. ഓ, ഒന്നുമില്ല. അവൾ എപ്പോഴും പറയുമായിരുന്നു രവിയുടെ കാര്യം. വന്ന് കണ്ടപ്പോഴാ സമാധാനമായത്. അതെന്താ? ഉള്ള കൂട് തന്നെ നല്ലത്. എത്താത്ത കൊമ്പത്ത് കൂട് കൂട്ടിയിട്ട് കാര്യമില്ല. ഞങ്ങൾ കോളേജിലെ ഫ്രണ്ട്സൊക്കെയായിരുന്നു. ഒരുപാട് തമാശകളൊക്കെ പറയും. കോളേജ് കഴിഞ്ഞ് എഴുത്തിലൂടായിരുന്നു തമാശ. ഒരു രസം. തമാശാണോ കാര്യമാണോ എന്ന് ഒന്ന് അന്വേഷിച്ചതേ ഉള്ളൂ. എന്നാ ഇനി ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ മതി. അടുത്ത വണ്ടിക്ക് ഞാൻ പോയിക്കോളാം. പോകാൻ വരട്ടെ. പരിചയപ്പെട്ട സന്തോഷമല്ലേ? നമുക്കൊന്ന് കൂടാം. ശിവനൊന്നും അത്ര കാര്യമായി എടുക്കരുത്. ഞാനത് അപ്പോഴേ മറന്നു. നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമുക്ക് നമ്മുടെ കാര്യമാ വലുത്, അല്ലേ? അതെ. ശിവൻ ഇന്ന് തന്നെ പോണമെന്നുണ്ടോ? അയ്യോ, എനിക്ക് ഇന്ന് തന്നെ പോണം. ഇന്നിവിടെ കൂടാമെന്നേ ഒരു ജോളി. വീട്ടില് കൗസല്യ ഒറ്റക്കല്ലേ ഉള്ളൂ. കൗസല്യെ കൂടെ കൊണ്ടുവരാമായിരുന്നു. ഇവരാരും കണ്ടിട്ടില്ല. അതെ, ഒരിക്കലൊന്ന് വാ, രണ്ടുപേരും കൂടി. കുടിയേ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. കേട്ടോ ശിവൻ, വേണമെന്ന് വെച്ചാൽ ഈ കല്യാണം ഒക്കെ നടക്കും. രവി എപ്പോഴും പറയും പെണ്ണുങ്ങളെ ടെസ്റ്റ് ചെയ്ത് നോക്കിയേ കല്യാണം കഴിക്കാവുന്നു. കൗസല്യ പഠിത്തം നിർത്തി കളഞ്ഞതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ ശിവനിന് പോകാൻ ബസ് കിട്ടുമോ? കിട്ടും. അല്ലെങ്കിൽ കാർ എടുത്ത് പോകാം. 10,000-15,000 ചോദിച്ചാ രവി പുല്ല് പോലെ തരും. ശിവൻ എന്ന് കൊണ്ടുവരുമെന്ന് പറ. എന്താ ഒന്നും പറയാത്തത്? രവി വരട്ടെ, പറയാം. ഇവര് പറഞ്ഞു കൗസല്യെ കൊണ്ടുവന്നാൽ 10,000 രൂപ വരെ തരാം. നേരം അല്ല, എനിക്ക് കൗസല്യെ ഇഷ്ടമാണെങ്കിൽ
അവിടെ എന്റെ കല്യാണം നിശ്ചയിച്ചു. കെട്ടാൻ പോണത് ആരാണെന്ന് അറിയണ്ടേ? ആരാ? ഇനിയിപ്പം ഞൊണ്ടിവാസൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. വല്ല വാസുവേട്ടിൽ നിന്നും മറ്റോ വിളിക്കണം. എന്തു പറ്റി കൗസു? നാളെയാ കല്യാണം. ആരെയും ക്ഷണിക്കുന്നില്ല ചേട്ടൻ, നിന്നെപ്പോലും. കല്യാണം കഴിഞ്ഞ ഉടനെ പോകും കല്യാണത്തെ വാസുവേട്ടന്റെ വീട്ടിലേക്ക്. പിന്നെ വരലും ഉണ്ടാവില്ല, കാണലും ഉണ്ടാവില്ല. നമ്മളിനി ഒരിക്കലും കാണില്ല അവിടെ. നിന്റെ കൗസു മരിച്ചുപോയെന്ന് കരുതിക്കോ.